ഏവർക്കും വനിതാ ദിനാശംസകൾ. ഇന്ന് മാർച്ച് 8 വനിതാ ദിനമായി കൊണ്ടാടുകയാണല്ലോ. ഈ വനിതാ ദിനത്തിൽ സ്ത്രീകളായ നിങ്ങളോട് എനിക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു സ്ത്രീയാണെങ്കിൽ അവൾ സ്വയം തിരിച്ചറിയുകയാണ് ആദ്യം ചെയ്യേണ്ടത്. തൻ്റെ കഴിവും എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളും ഞാൻ സ്വയം തിരിച്ചറിയുന്നിടത്താണ് അവൾ ആദ്യം കരുത്തയാവുക. തനിക്ക് നേരിടുന്ന അതിക്രമങ്ങളെയും തൻ്റെ നേരെയുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രതികരിക്കുമ്പോഴും മാത്രമാണ് അവൾ ശക്തിയാകുന്നത്. താൻ ശക്തിയാണെന്ന് സ്വയം തിരിച്ചറിയുന്നിടത്ത് മാത്രമേ അവൾ സ്ഥാനത്തിൽ ബഹുമാനിക്കപ്പെടുകയുള്ളൂ. ബഹുമാനം നമുക്ക് പിടിച്ചു വാങ്ങിക്കാനോ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയെടുക്കാനോ നമ്മൾ നിർബന്ധിതരാകരുത്. അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്ത് ആ ബഹുമാനത്തെ നമ്മൾ എങ്ങനെ നേടിയെടുക്കണമെന്ന് നാം തിരിച്ചറിയുന്ന നിമിഷം മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ കോൺഫിഡൻസും ഫിനാൻഷ്യൽ ഫ്രീഡം ഫിനാൻഷ്യൽ വെൽത്തും ഒരു സ്ത്രീ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അവൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഓരോ സ്ത്രീയും ഡിജിറ്റലി നോളജിൽ ഫിനാൻഷ്യലിൽ അവർ എംപവർ ആകുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനാൽ കിട്ടുന്ന സമയങ്ങളിൽ പഠിക്കുക. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ടെക്നോളജിപരമായി പഠിക്കാം. ഡിജിറ്റലി ഇന്ന് എല്ലാ സാധ്യതകളുമുണ്ട്. സ്വന്തമായ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്തെങ്കിലും സ്വയം തൊഴിലുകൾ കണ്ടെത്തിക്കൊണ്ട് ഫിനാൻഷ്യലി വീട്ടിലിരുന്നാണെങ്കിലും എംപവർ ആവുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിലൂടെ നമ്മുടെ കുടുംബത്തിന് സാമ്പത്തിക അടിസ്ഥാനം ഒരു പുരുഷനൊപ്പം നമുക്ക് നേടിക്കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ഈ വനിതാ ദിനത്തിൽ ആശംസിക്കുന്നു.